പല്ലുകൾ തമ്മിൽ കൂട്ടിക്കടിക്കുമ്പോൾ ഇങ്ങനെ ഒരു ബൈറ്റ് നിങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളിലോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹായ്, മൈ നെയിം ഇസ് ഡോക്ടർ റിയ. ഞാൻ ഒരു ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജൻ ആണ്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ടങ് ത്രസ്റ്റിംഗ് ഹാബിറ്റിനെ കുറിച്ചാണ്. ഇതിപ്പോ പ്രാക്ടീസിൽ വളരെ കോമൺ ആയിട്ട് കാണുന്നുള്ള ഒരു ഹാബിറ്റ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഇതിനെപ്പറ്റി സംസാരിക്കാന്ന്. ഈ ടങ് ത്രസ്റ്റിംഗ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഉമ്മനീർ ഇറക്കുമ്പോൾ നോർമലായിട്ട് നമ്മുടെ നാവിന്റെ തുമ്പ് അണ്ണാക്കിലാണ് വന്ന് മുട്ടേണ്ടത്. പക്ഷെ ഈ ഹാബിറ്റ് ഉള്ളവർക്ക് നാവിന്റെ തുമ്പ് പല്ലിലാണ് വന്ന് തട്ടുന്നത്. അപ്പൊ അത് പല്ലും മോണയൊക്കെ തള്ളി നാവ് പുറത്തേക്ക് വരുന്ന ഒരു പാറ്റേൺ ആണ് ഇത് ശ്രദ്ധിക്കപ്പെടുന്നത്. ഈ ടങ് ത്രസ്റ്റിംഗ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാൻ പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്നെന്ന് പറഞ്ഞാല് ഹെറിഡിറ്ററി ആണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാല് ഇംപ്രോപ്പർ ബോട്ടിൽ ഫീഡിംഗ് പാറ്റേൺ. പിന്നെ മൂന്നാമത്തേതാണെങ്കിലോ റീറ്റെയിൻഡ് ഇൻഫന്റൈൽ സ്വോളോവിംഗ് പാറ്റേൺ, അല്ലെങ്കിൽ നമ്മുടെ ഇൻഫൻസി സ്റ്റേജിൽ നമ്മൾ ഇറക്കുന്നത് അല്ലെങ്കിൽ സ്വോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ അഡൾട്ട്ഹുഡിലേക്ക് കയറി കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു ഹാബിറ്റ് ആണിത്. പിന്നെ കുഞ്ഞുങ്ങളിൽ നിരന്തരമായിട്ട് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ്, ടോൺസിലൈറ്റിസ്, എൻലാർജ്ഡ് അഡിനോയിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു ഹാബിറ്റുമാണ് ഇത്. ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഏജിലാണോ ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ആദ്യം ശ്രദ്ധിക്കുന്നത് അതിനനുസരിച്ചാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്. അപ്പോൾ ഇനി എന്റെ സബ്സിക്വന്റ് വീഡിയോസിൽ ഞാൻ ഇതിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം.